മ്യൂസിക്കല്ലേ കയ്യിലുള്ളത്. അത് പിന്നെ പാട്ടുകളും അടുത്ത വർക്കുകളൊക്കെ വരുമ്പോൾ ശരിയായിക്കോളും. പിന്നെ മാത്രമല്ല ആ സമയത്ത് ഹീസ് ഗോയിങ് ത്രൂ ഈവൻ ബിഗർ കോംപ്ലിക്കേഷൻസ്. പുള്ളിക്ക് മ്യൂസിക് മാത്രമല്ല അല്ലാത്ത വേറെ കുറേ കലാപരിപാടികൾ കാരണം പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നമുണ്ട്. ആ സമയത്ത് ശവത്തെ കുത്താനായിട്ട് ഞാൻ ഇറങ്ങുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞത് വിട്ടുകളാം. പിന്നെ പുള്ളിയുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് എന്ത് ചെയ്താലും അതിനെ വിറ്റ് കാശാക്കും. നമ്മളിപ്പോൾ ഒരു പുള്ളിക്ക് യൂണിയനിൽ ഒരു മെമ്മോ വലുത് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെമ്മോ ആയിരിക്കും അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരുന്നത്. എനിക്ക് ഇത് അയച്ചു, എൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ലീവ് ഇറ്റ്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എന്താ വെച്ചാൽ നോക്കാം. എന്നെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ വിളിക്കുക, അല്ലേ? തിരിച്ചു വിളിച്ചില്ല, ഇന്നേ വരെ വിളിച്ചിട്ടില്ല. അല്ല തിരിച്ചു വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളുടെ ഒരു ജനറൽ ഒരു പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്തുനിന്ന് അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇതും ഇതിൻ്റെ അപ്പുറത്തും ചെയ്യും. അത് എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അത് പുള്ളി തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് റിയാക്ട് ചെയ്യേണ്ട അന്ന് ഇതിപ്പോൾ ഇന്ന് ചോദിച്ചുകൊണ്ട് പറയാം. അന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിരിച്ചു കളഞ്ഞേനെ. ഇന്നിപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞു, അതിൻ്റെ ആ ചൂട് കഴിഞ്ഞു.